ഹായ്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മളുടെ ജീവിതം ഇങ്ങനെ ആയിത്തീരാൻ നമുക്ക് ഒരു റോളും ഇല്ല എന്നുള്ളതാണ്. ഒരു വിധി പോലെ ഇങ്ങനെ വരുന്നു, ഓരോരുത്തരും ഓരോ രീതിയിലാകുന്നു, നമ്മുടെ ജീവിതം വിധി പോലെ വരുന്നതാണ് എന്നൊക്കെയാണ് ഞാനും ഇത്ര കാലം വിശ്വസിച്ചിരുന്നത്. അതുതന്നെയാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പണ്ട് മുതലേ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലും അതുതന്നെയല്ലേ സംഭവിച്ചിട്ടുള്ളത് എന്ന്. ഒരു പ്രാവശ്യം ഞാൻ സ്കൂട്ടർ ഓടിച്ച് തുടങ്ങിയിട്ട് 10 വർഷത്തോളമായിട്ട് ഒരു പ്രാവശ്യം ഇറങ്ങിയപ്പോൾ അതിൻ്റെ മുമ്പേ എനിക്ക് തോന്നുന്നുണ്ട്, പല പ്രാവശ്യവും തോന്നാറുണ്ട്, അത് കാല് ഒടിയാനും മറിയാനും ഒക്കെ സാധ്യതകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത് സംഭവിച്ചു. എന്ന പോലെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങളും നടക്കുന്നത്. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു പ്രാവശ്യം ചിന്തിക്കുന്നതിനെ കൊണ്ട് സംഭവിക്കുമെന്നല്ല പറയുന്നത്, പല പ്രാവശ്യം അതിങ്ങനെ ചിന്തിക്കുമ്പോൾ അതല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ച് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത് എന്ന്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള വരുമാനം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതുപോലെ നമ്മളുടെ മനസ്സിലെ അകത്തുള്ള ചിന്ത മൂലം ഉണ്ടാകുന്ന അനുഭവങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്കുള്ളത്. ചില ഉദാഹരണങ്ങളിലൂടെ ഇതിനെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മളുടെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്, ഇനി നടക്കുന്നതും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രോഗ്രാമിങ്ങിലൂടെയാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള ചിന്തകൾ, ഒരുപാട് കാലങ്ങളായിട്ടുള്ള ചിന്തകൾ പ്രോഗ്രാം ചെയ്ത് വെച്ചത് മൂലമാണ് നമുക്ക് ഇത്തരത്തിലുള്ള നമ്മളുടെ ജീവിതം വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് നമുക്കൊരു മാറ്റം വരുത്താം. എങ്ങനെയെന്നല്ലേ, നമുക്ക് ആ പ്രോഗ്രാമിങ്ങിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. നമ്മളുടെ മനസ്സിനകത്ത് അടുക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ചിന്തകളെ ഒന്ന് മാറ്റി നമുക്ക് നമ്മളുടെ ജീവിതത്തെ, നമ്മളുടെ ചിന്തകളെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യാൻ കഴിയും. അതിലൂടെ നമുക്ക് നമ്മളുടെ ജീവിതത്തെയും ഒന്ന് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ അവബോധ മനസ്സിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ്. അത് എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, അത് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്, അതിലൂടെ ഈ മനസ്സിൻ്റെ പ്രോഗ്രാമിങ്ങിനെ മാറ്റിക്കൊണ്ട് വിജയിച്ച ആളുകൾ, ഇവയെക്കുറിച്ച് തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ വിജയിച്ച ആളുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു 7 പവർഫുൾ ടൂൾസ് അല്ലെങ്കിൽ സീക്രട്സ്, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാനിവിടെ വിശദീകരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, അവസാനം വരെ ആയിരിക്കുക. അതിനുശേഷം നിങ്ങൾ ഒന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള മാറ്റങ്ങളൊന്ന് വരുത്താൻ ശ്രമിച്ചു നോക്കുക. എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്നൊന്ന് അറിയിക്കുകയും ചെയ്താൽ വളരെ ഉപകാരം. കമൻറ്റിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ രഹസ്യത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. ശരിക്കും നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് 2 വിഭാഗമുണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡ്, രണ്ടാമത്തതൊന്ന് സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മുടെ മനസ്സിലൂടെ എന്തൊക്കെ ആശയങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ, അതിനെയാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് ചെറുപ്പം മുതൽ നമ്മളുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ ഓരോരുത്തർ പറഞ്ഞിട്ടും അനുഭവിച്ചിട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും അടുക്കി വെച്ച്, ഓർമ്മിച്ച് വെച്ച്, അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് കുറച്ചൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ സമയം വരുമ്പോൾ, സാഹചര്യം വരുമ്പോൾ അത് പുറത്തേക്ക് വരുന്ന രീതിയിൽ അടുക്കി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡാണ് സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡിന് വെറും 10% മാത്രമാണ് പവറുള്ളത്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിന് ബാക്കി 90% ശക്തിയും കഴിവും ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനാണ് ഉള്ളത്. സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഇത്ര കാലം ജീവിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഓർമ്മകൾ, അനുഭവങ്ങൾ, ആരുടെയെങ്കിലുമൊക്കെ സംസാരങ്ങൾ, അങ്ങനെയുള്ള വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു കാർ ഡ്രൈവ് പഠിച്ചവർക്കറിയാം, കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ, കാറോ അല്ലെങ്കിൽ സ്കൂട്ടറോ ഏതോ ഡ്രൈവിങ് പഠിക്കുന്ന സമയത്ത്
നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം നമ്മൾ ഒരേ സമയം തന്നെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കൊക്കെ ഇഷ്ടംപോലെ അനുഭവമുള്ളതാണ്. ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടരുതെന്ന് പറയും, അല്ലെങ്കിൽ ക്ലച്ച് ചവിട്ടണമെന്ന് പറയും. അപ്പോൾ അത് ഓർമ്മ ഉണ്ടാവില്ല. ഇത് മൂന്നും കൂടെ നമ്മളിങ്ങോട്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല പ്രയാസമാണ്. പക്ഷേ അത് പഠിച്ച് ഒരു കുറേ ആയിട്ട് അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫ്ലുവൻ്റായിട്ട് ഡ്രൈവിങ് പഠിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അവസ്ഥ എന്താണ്? നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കണോ, നമുക്കൊരു പ്രയാസമില്ലാതെ അത് കാലം അവിടേക്ക് അറിയാതെ എത്തിപ്പെടും അല്ലേ? അതുപോലെ ആക്സിലേറ്റർ കൂട്ടണോ, ഗിയർ മാറ്റണോ, എല്ലാം നമ്മളറിയാതെ നമ്മളുടെ കൈയും കാലും ചലിച്ചു കൊണ്ടിരിക്കും. നമ്മൾ വേറെ സംസാരങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഡ്രൈവിങ് സ്മൂത്തായി നടക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? അതവിടെ പ്രോഗ്രാം ചെയ്ത് വെച്ചു, അതുകൊണ്ട് അത് ആവശ്യമുള്ള സമയത്ത് അങ്ങനെ എടുത്തുകൊള്ളും അല്ലേ? അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഷ്യസ് മൈൻഡും. ആ രണ്ട് വ്യത്യാസം നല്ലപോലെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഉദാഹരണമാണ്. ഓക്കെ, ഇനി യഥാർത്ഥ ജീവിതത്തിലേക്ക്, ഈ ഉദാഹരണം പോലെ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ പണ്ട് കാലം മുതലേ നമുക്ക് പലരും കേട്ടതും എക്സ്പീരിയൻസ് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ഒരു ഓർമ്മയിൽ നിന്ന് നമ്മൾ പറയും, പണം അത്ര നല്ല സംഭവമൊന്നുമല്ല, പണം കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കാരിയാകും, ആവശ്യത്തിന് ജീവിച്ചു പോകാനൊക്കെ മതി തുടങ്ങി. അതുപോലെ ഞാൻ അത്ര ഒരു സംസാരിക്കാൻ കഴിയുന്ന ആളല്ല, ഇങ്ങനെയുള്ള നമ്മളെക്കുറിച്ചും നമ്മളുടെ ചുറ്റുപാടിനെക്കുറിച്ചും എൻ്റെ കുടുംബം അങ്ങനെ ആയതുകൊണ്ടാണ്, എൻ്റെ പിതാവിനും അധികം സ്വത്തില്ലാത്തത് കൊണ്ടാണ് തുടങ്ങി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മളുടെ നെഗറ്റീവ് ചിന്തകളുണ്ടാവും. അത് പണ്ട് മുതലേ അറിഞ്ഞു വെച്ചിട്ടുള്ളത് നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഇതൊക്കെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചതിനനുസരിച്ച് നമ്മളുടെ ചിന്തകൾ വരുന്നു. ആ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മളുടെ ജീവിതം വരുന്നത്. ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളും എടുത്തു നോക്കിയാൽ അതൊക്കെ നമ്മൾ എപ്പോഴൊക്കെയോ ചിന്തിച്ചു കൂട്ടിയതിൻ്റെ ഫലമായിട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഇനി നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ കഴിയും. നമുക്കൊന്ന് മാറ്റി മറിച്ച് നമ്മളുടെ ചിന്തയെ നമ്മൾ ശ്രദ്ധിച്ച് മാറ്റം വരുത്തി നമ്മളുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് അഫർമേഷനാണ്. എന്താ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ശരിക്കും എനിക്ക് കഴിവില്ല, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, എനിക്ക് സമ്പത്തില്ല, എനിക്ക് കൂട്ടുകാരില്ല തുടങ്ങിയ ഇല്ലായ്മകൾ പറയുന്നതിന് പകരം അഫർമേഷനിലൂടെ ഞാൻ നല്ല സംസാരിക്കാൻ കഴിയുന്ന ആളാണ്, എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്, സമ്പത്താണെങ്കിൽ എന്നെ ആകർഷിച്ചുകൊണ്ട് ഞാനൊരു കാന്തമാണ് സമ്പത്തിനെ ആകർഷിക്കുന്ന തുടങ്ങി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് സമയവും അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുക. നെഗറ്റീവ്സിനെ നമ്മൾ മനസ്സിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കുക. നമ്മൾ ക്ലച്ചും ഗിയറും ബ്രേക്കും ഒക്കെ കൂടെ ഒന്നിച്ച് പഠിക്കുന്നത് പോലെ നമ്മൾ ഇതിനെ ബോധപൂർവം നമ്മളുടെ മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്നുള്ള നെഗറ്റീവ് തോട്ട്സിനെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട് വരുന്നത് സ്വാഭാവികമാണ്, പക്ഷേ അതിനെ അവിടെ നിലനിർത്താൻ സമ്മതിക്കാതിരിക്കുക. വരുന്നതോടുകൂടി നമ്മൾ അതിനെ മായ്ച്ചു കളയുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ പിൻവലിഞ്ഞുകൊണ്ട്, ഒരു നെഗറ്റീവ് തോട്ട് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴേക്കും നമ്മളതിനെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് വന്ന് എന്ത് ചെയ്യണം, ആ നെഗറ്റീവ് തോട്ട് ഒരു പ്രാവശ്യം വരുമ്പോഴേക്കും അതിനെതിരായിട്ട് 3 പോസിറ്റീവ് തോട്ട്സുകൾ നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് നടത്താം. രണ്ടാമത്തേത് വിഷ്വലൈസേഷനാണ്. ഈ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ അഫർമേഷനിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ കിട്ടിയതുപോലെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ, നമുക്ക് വേണം എന്നുള്ളത്, ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അതേ ഒരു അവസ്ഥയിൽ നമ്മൾ രണ്ടാമത്തെ ടെക്നിക്കിൽ പറയുന്നത്, നമുക്കത് വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു പുതിയ വീട് വേണം, അല്ലെങ്കിൽ നല്ല സമ്പത്ത് വേണം, അത് കിട്ടിയതായിട്ട് സങ്കല്പിക്കുക. നമ്മുടെ ആഗ്രഹം, നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ എന്ന് നമ്മൾ അഫർമേഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ അത് വിഷ്വലൈസ് ചെയ്യുക. ഒരു സ്റ്റേജിൻ്റെ മുമ്പിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലോ നമ്മൾ തുടർച്ചയായിട്ട് 1 മണിക്കൂറോളം സംസാരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിൽ നിന്നുള്ളൊരു ഹാപ്പി മൊമെൻറ്റ് നമ്മൾ മനസ്സിൽ ഫീൽ ചെയ്യുക.
അതായത് നമുക്ക് നേടിക്കഴിഞ്ഞു. വീടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്കൊരു വീട് ലഭിച്ചു എന്നുള്ള രീതിയിൽ നമ്മളതിനെ ഒരു വിഷ്വലൈസേഷനിലൂടെ കൊണ്ടുവരിക. നമ്മൾ കാണുക, നമ്മുടെ മുമ്പിൽ അത് അനുഭവിച്ചതുപോലെ അനുഭവിച്ചതുപോലെയല്ല നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുക. അതാണ് രണ്ടാമത്തെ ടെക്നിക്ക്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ മനസ്സിൽ പറയുന്നു, നെഗറ്റീവായ തോട്ട്സിനെയൊക്കെ ഒഴിവാക്കി പോസിറ്റീവായ വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് നമ്മളത് ലഭിച്ചതുപോലെ അനുഭവിക്കുന്നു. മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്, ഒന്നാമത് നമ്മൾ ചിന്തിച്ചു, നമുക്ക് വരാനുള്ള പോസിറ്റീവ്സിനെ നമുക്ക് എന്താണോ വേണ്ടത് അതിനെ നമ്മൾ ആഗ്രഹിച്ചു, അത് വെച്ച് പറഞ്ഞു പോസിറ്റീവ് വാക്കുകൾ. രണ്ടാമത് നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്തു, നമുക്ക് കിട്ടിയതായിട്ട് നമ്മൾ ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നതായിട്ട് നമ്മൾ അനുഭവിച്ച് പറഞ്ഞു. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. എന്ന് വെച്ചാൽ നമുക്കുള്ള അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നന്ദി പറയാൻ തുടങ്ങിയാൽ പ്രകൃതി ആ നന്ദി പറയുന്ന കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. നമ്മളെപ്പോഴും സങ്കടം പറയാനാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ പ്രകൃതി എന്ത് ചെയ്യും, ഈ സങ്കടമാണ് ഇയാൾക്ക് ഇഷ്ടം എന്ന് വിചാരിച്ച് എല്ലാ സങ്കടകരമായ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. നേരെ മറിച്ച് സന്തോഷത്തോടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നമ്മൾ മെനക്കിടുകയാണെങ്കിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് ആവശ്യമായിട്ടുള്ള വീണ്ടും താങ്ക്സ് പറയാനുള്ള സന്ദർഭങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രകൃതി ഒരുക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് വിഷ്വലൈസേഷനും കഴിഞ്ഞ് മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്സ് പറയാം. നമുക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചില ആളുകൾ പറയും, എനിക്ക് വലിയ കാറ് കിട്ടിയിട്ടില്ല, എനിക്ക് വലിയ വീട് കിട്ടിയിട്ടില്ല, പല ബുദ്ധിമുട്ടുകളും പറയും. അപ്പോൾ അവരോട് പറയാനുള്ളത്, എന്താണോ കയ്യിലുള്ളത് അതിന് താങ്ക്സ് പറഞ്ഞാലാണ് കൂടുതൽ താങ്ക്സ് പറയാനുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഒന്നാമത്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കേൾക്കാനുള്ള ചെവി നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, കേൾവി ശക്തി ഉണ്ടല്ലോ, അതിന് താങ്ക്സ് പറയാലോ. കാണാനുള്ള കണ്ണുകളുണ്ടല്ലോ, അതിന് താങ്ക്സ് പറയാലോ. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കി തന്നെ ഒരു 100,000 താങ്ക്സിനുള്ള അവസരങ്ങളുണ്ട്. നല്ല ആരോഗ്യത്തോടുള്ള ജീവിതം, കൈകൾ കാലുകൾ ചലിപ്പിക്കാവുന്ന, നമ്മളുടെ ചുറ്റുഭാഗം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ അനുഗ്രഹങ്ങൾ എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച്. അപ്പോൾ എന്തെങ്കിലും ഇല്ലായ്മകളിലേക്ക് ചൂണ്ടിക്കാണിക്കാതെ ഉള്ളതിനെ കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഏത് സമയവും അത് ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ചില സൂത്രങ്ങളൊക്കെ മഹാന്മാർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു കല്ല് പോക്കറ്റിലിട്ട് ആ കല്ല് കാണുമ്പോഴൊക്കെ അതുപയോഗിച്ച് നമ്മൾ ആ ജീവിതത്തിൽ അതുവരെ നടന്ന കാര്യങ്ങൾക്ക് താങ്ക്സ് പറയുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറിപ്പ് അങ്ങനെ എഴുതി വെച്ചിട്ട് അതിന് താങ്ക്സ് പറയുക. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ പല തവണ നമ്മളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു അനുഗ്രഹങ്ങൾ വീണ്ടും വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താങ്ക്സ്ഫുള്ളായിട്ട് സന്തോഷത്തോടെ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് മൂന്നാമത്തെ. അപ്പോൾ ഈ 3 ടെക്നിക്കും നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരാൻ സാധ്യതയുണ്ട്. 100% സാധിക്കും. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. തുടർച്ചയായി ഒരു 21 ദിവസമാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം വരും. ഇനി ഈ ഒരു 3 ടെക്നിക്കിൻ്റെ കൂടെ നിങ്ങളുടെ ഈ ഒരു ഇത്തരത്തിലുള്ള പോസിറ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 7 ഹാബിറ്റ് കൂടെ ഉണ്ട്. ഹാബിറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ തുടർച്ചയായി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ 3 ടെക്നിക്കും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു അത് സ്ഥിരമായിട്ട് ചെയ്യണമെന്ന്. അത് തന്നെയാണ് 1, 2, 3 ടെക്നിക്കുകൾ. ഒന്നാമത്തത്, നമ്മൾ ഏത് സമയവും അഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എന്താണോ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അതിനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉദാഹരണമായിട്ട്, എനിക്ക് വീടില്ലാത്ത ഒരാളാണെങ്കിൽ എനിക്ക് നല്ലൊരു വീട് ലഭിച്ചു, താങ്ക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ലഭിച്ചതായിട്ട് അഫർമേഷൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, അതിന് താങ്ക്സും പറയുക. ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായി ചെയ്യുക. പിന്നെ ഒന്നുള്ളത്, 4ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇത്തരത്തിലുള്ള പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് തുടർച്ചയായി ലഭിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില എന്നും ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതാണല്ലോ ഹാബിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഹാബിറ്റാണ് ഈ 3 കാര്യങ്ങൾ. അതിന് കൂടെ അടുത്തൊരു ഹാബിറ്റ് എന്ന് പറയുന്നത്, ഈ ഗ്രാറ്റിറ്റ്യൂഡ് വെറുതെ പറയുന്നതിനേക്കാളും ഏറ്റവും എഫക്റ്റ് ആവുക അത് എഴുതുമ്പോഴാണ് കേട്ടോ.
അത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഓരോ ദിവസവും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നമ്മളിങ്ങനെ എഴുതുക, എന്നിട്ട് താങ്ക്സ് എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ എഫക്റ്റീവ് ആവുമെന്നാണ് പറയുന്നത്. ഈ 4മത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. നമ്മൾ കൂട്ടുകൂടുമ്പോൾ പോസിറ്റീവ്നെസ് ഉള്ളവരുടെ കൂടെ മാത്രം കൂടുക. നമ്മളുടെ ചുറ്റുഭാഗവും പോസിറ്റീവുള്ള ഒരു വൈബിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മളും അതേ വൈബിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മളെപ്പോഴും ഈ ഇല്ലായ്മകളും പോരായ്മകളും പറയുന്നവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്കത് മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ പോസിറ്റീവിന് മൈൻഡിനോടുകൂടെ ഇരിക്കുന്ന സമയത്ത് അതിന് നമ്മുടെ ചുറ്റുപാടോ പോസിറ്റീവാണ് എന്ന് ഉറപ്പിക്കുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ വേറൊന്ന് നമുക്ക് ചെയ്യേണ്ട ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ബുക്കുകൾ വായിക്കുക. അവരെന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളത്. വെറും ഹാർഡ് വർക്ക് മാത്രം ചെയ്തുകൊണ്ടാണോ വിജയിച്ചത്? ഹാർഡ് വർക്ക് മാത്രം ചെയ്ത് വിജയിക്കുന്നവരാണെങ്കിൽ കൂലിപ്പണിക്കാരല്ലേ ഏറ്റവും കൂടുതൽ വിജയിക്കേണ്ടത്. പക്ഷേ വെറും ഹാർഡ് വർക്ക് മാത്രം പോരാ, അതിൻ്റെ കൂടെ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള പല ടെക്നിക്സും ഉണ്ട്. അപ്പോൾ അത് ആരോ എന്തൊക്കെ ചെയ്തു എന്നുള്ള പുസ്തകങ്ങൾ വായിക്കുക. അതുപോലെയുള്ള മഹാന്മാരുടെ വീഡിയോസ് ആണെങ്കിൽ അത് കാണുക. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സോഷ്യൽ മീഡിയയിൽ പല തമാശകളും കാണുന്നത് പോലെയല്ല, നമ്മളുടെ ജീവിതത്തിലേക്ക് മാറ്റത്തിന് ആവശ്യമായിട്ടുള്ള നല്ല പോയിന്റുകളുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അടുത്ത ഒരു ഹാബിറ്റ് ആക്കേണ്ടത് നമ്മൾ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് പലതും ചോദിക്കാറുണ്ട്. എന്ന പോലെ നമ്മൾ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റെങ്കിലും ഇരുന്നു കൊണ്ട് സ്വയം ചിന്തിച്ചുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പല വീഡിയോസിലും ഉണ്ട്. അതുപോലെ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് മറ്റൊരു ശല്യങ്ങളും ഇല്ലാതെ നമ്മളുടെ സോളിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിൻ്റ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും പവർഫുള്ളായി കിടക്കുന്ന സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. അതുകൊണ്ട് ഈ രാത്രിക്ക്, അതായത് നമ്മൾ കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേ സോഷ്യൽ മീഡിയയിൽ നിന്നും മൊബൈലിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നുകൊണ്ട് നമ്മളുടെ മനസ്സിലേക്ക് നല്ല നല്ല ചിന്തകൾ കൊണ്ടുവരിക. നമ്മൾ എന്താണോ രാത്രി കിടന്നുറങ്ങുമ്പോൾ ചിന്തിക്കുന്നത് അത് തന്നെ നേരം വെളുക്കുന്നത് വരെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആക്റ്റീവായി നിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കിടന്നുറങ്ങുക. അതുകൊണ്ടാണ് പഴയ ആൾക്കാർ പറയും കുട്ടികൾ കിടന്നുറങ്ങുന്ന സമയത്ത് അവരെ വിഷമിപ്പിച്ച് കിടത്തി ഉറക്കല്ലേ, കാരണം അവർ രാവിലെ വരെ ഈ ഒരു വിഷമത്തിലായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സന്തോഷത്തോടെയാണ് കുട്ടികളെ ഉറക്കേണ്ടത് എന്ന് പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, വയസ്സായ ആളുകൾ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നൈറ്റ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പരിപാടി. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെ തോട്ടാണോ വന്നിട്ടുള്ളത്, പിന്നെ രാത്രി നമ്മൾ ഉറങ്ങുകയാണ്, പിന്നെ ഒന്നും അറിയുന്നില്ല. അപ്പോൾ പക്ഷേ ആ സമയത്തും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുള്ള ആ ചിന്തകൾ തന്നെയാണ് ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം വരുന്നതും അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കും. ഇനി നമ്മളുടെ ഈ ഒരു ചിന്തകൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നല്ല ചിന്തകളായിരിക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസ് ഒന്ന് പറയാം. അതൊന്ന് തുടർച്ചയായിട്ട് 21 ദിവസം ഒന്ന് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നൈറ്റ് പ്രോഗ്രാമിംഗ് എക്സസൈസ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കണ്ണുകളടച്ച് ശാന്തനായിട്ടിരുന്ന് നമ്മളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക, ബ്രീത്തിങ്ങിനെ ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നതും കുറച്ച് നേരം അവിടെ ഹോൾഡ് ചെയ്ത് പുറത്തേക്ക് വിടുന്നു. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളിരിക്കുന്നു. അതിനുശേഷം നമ്മളുടെ മനസ്സിൽ ഗോള്, നമ്മൾ എന്തായിത്തീരണം, എന്താണ് ചെയ്യാനുള്ളത്, നമ്മളെ ആരാവണം തുടങ്ങിയ ഗോള് സെറ്റ് ചെയ്യാം. ചെറിയ ചെറിയ ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ആ ഗോള് സെറ്റ് ചെയ്യുക. എന്നിട്ട് അഫർമേഷൻ പറയുക. എന്താ പറയേണ്ടത്? നമ്മുടെ അവബോധ മനസ്സ് നമ്മളെ അല്ലെങ്കിൽ എന്നെ
വിജയിപ്പിക്കാൻ വേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ അവബോധ മനസ്സ് എന്നെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് 2-3 പ്രാവശ്യം പറയുക. അതോടുകൂടി പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും, വേണ്ടാത്ത വാക്കുകളൊന്നും ഉരുവിടാതെ ഉറങ്ങുകയും ചെയ്യുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത് 21 ദിവസം തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം സംഭവിക്കും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കിയത്, നമ്മളുടെ ജീവിതം മാറ്റാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട. മനസ്സിൽ ചില പ്രോഗ്രാമുകളെ ഒന്ന് മാറ്റിയാൽ മതി, റീപ്രോഗ്രാം ചെയ്താൽ മതി എന്നതാണ്. ഇത്തരത്തിലുള്ള മൈൻഡ് എംപവർമെൻറ്റ് വീഡിയോസിന് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മാറ്റങ്ങൾ വീണ്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.